ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. SR ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? എൻ്റെ സ്വന്തം രചനയിൽ ചില്ലുജാലകം. ഗോവണി കയറി 3-ാം നിലയിലെ അങ്ങേയറ്റത്തെ മുറിയുടെ വാതിൽക്കലെത്തി. കയ്യിലിരുന്ന പെട്ടി തറയിൽ വെച്ച് ഒരു നിമിഷം നിന്നു. ജോലി സംബന്ധമായി നഗരത്തിൽ വരുമ്പോഴെല്ലാം ഈ മുറിയാണ് തിരഞ്ഞെടുക്കാറ്. വളരെ പഴയ കെട്ടിടമായതുകൊണ്ട് തിക്കും തിരക്കും അല്പം കുറവാണ്. നല്ല സൗകര്യങ്ങളുള്ള മുറികൾ ഇന്ന് സുലഭമായതുകൊണ്ട് മിക്കവരും അത് തേടിപ്പോകും. പഴയ കോണിപ്പടികളുടെ കരകര ശബ്ദത്തിനുമപ്പുറം നേർത്ത കുണുങ്ങൽ പോലെയുള്ള വെള്ളിക്കുലുസിൻ്റെ കിലുക്കം കാതുകളെ കുളിർപ്പിക്കുന്ന പോലെ. പട്ടുപാവടയും കയ്യിൽ ഉയർത്തിപ്പിടിച്ച് തട്ടി വീഴാതെ കോണിപ്പടികൾ ഇറങ്ങി ഓടിപ്പോകുന്ന കുഞ്ഞു ലക്ഷ്മി പോക്കറ്റിലിട്ടിരുന്ന താക്കോലെടുത്ത് മുറി തുറന്നു. അകം നല്ല വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും ദിവസങ്ങളായി മനുഷ്യ സമ്പർക്കമില്ലാതിരുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. കനച്ച വായുവിൻ്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. സാധാരണ ജോലി സംബന്ധമായിട്ടാണ് വരാറുള്ളതെങ്കിലും ഇപ്പോൾ ജോലിയൊന്നുമില്ല. പെൻഷനായെങ്കിലും എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുപോകാൻ. ജീവിതത്തിൻ്റെ പാതിയും ചെലവഴിച്ച ഈ മുറിയും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളും മനസ്സിലങ്ങനെ നെരിപ്പോടായി നീറിയിഴിഞ്ഞുകൊണ്ടിരുന്നു. ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഭാര്യ ക്ഷോഭിച്ചാണ് പറഞ്ഞു വിട്ടത്. വയ്യാത്ത ഈ നേരത്തെ ആരെ കാണാനാ ഇത്രയും ദൂരം പോണത്? അവളെന്നും അങ്ങനെ തന്നെയാണ്. നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. കേട്ട് കേട്ട് ഇപ്പോൾ ഒരു തഴക്കമായി. വാതിലിൽ മുട്ടുകേട്ടു. റൂം പോയി ഭക്ഷണമായി വന്നു. അച്ചാറും പപ്പടവും തോരനും കഞ്ഞിയും അതേപടി തന്നെ. സുഖമാണോ സാർ? പഴയ ആൾ തന്നെ. ഞാൻ അയാൾ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഭക്ഷണം കഴിഞ്ഞ് കയ്യിൽ കൊണ്ടുവന്ന പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട് കട്ടിലിലേക്ക് ചാഞ്ഞു. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയതറിഞ്ഞില്ല. വൈകുന്നേരത്തെ ചായയുമായി വന്ന റൂം പോയി വാതിൽക്കൽ തട്ടിയപ്പോഴാണ് കണ്ണു തുറന്നത്. കാർത്തു ഇപ്പോൾ ജോലിക്കൊന്നും വരാറില്ലേ? ഞാൻ അയാളോട് ചോദിച്ചു. ഇടയ്ക്കൊക്കെ വരും. അല്ലാത്തപ്പോൾ ലക്ഷ്മിക്കുട്ടിയാണ് വരുന്നത്. കുഞ്ഞ് ലക്ഷ്മിക്കുട്ടിയുടെ ചിരിക്കുന്ന മുഖം കൺമുന്നിൽ അങ്ങനെ തെളിഞ്ഞു. പൂർണ്ണചന്ദ്രൻ്റെ പുഞ്ചിരി പോലെ പ്രകാശിക്കുന്ന അവളുടെ സുന്ദര മുഖം. കള്ളച്ചിരിയുമായി മുറിയുടെ മൂലയിൽ പതുങ്ങിയിരുന്ന് പേടിപ്പിക്കാൻ നോക്കുന്ന കിലുക്കാൻപെട്ടി. ജനൽ കർട്ടൻ പതുക്കെ വകഞ്ഞു മാറ്റി. ചില്ലുജാലകത്തിൻ്റെ കൊളുത്തു നീക്കി. നോക്കത്താത്ത ദൂരത്തിലേക്ക് പരന്നു കിടക്കുന്ന കൃഷിഭൂമിയും അവിടെ പണിയെടുക്കുന്ന കർഷകരും മണ്ണിൻ്റെ മനം കുളിർപ്പിക്കുന്ന സുഗന്ധവും പക്ഷികളുടെ കളകൂജനവും. ജാലകവാതിൽ തുറന്ന് എനിക്ക് ഇതൊന്നും കാണാൻ കഴിയില്ലെന്നറിയാമായിരുന്നു. ഉയർന്നു പോകുന്ന ബഹുനില കെട്ടിടങ്ങൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി സിമൻറ്റിൻ്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും ദുർഗന്ധവും പൊടിപടലങ്ങളും. അല്പം വലിവിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ ആ ചില്ലുജാലകം വലിച്ചടച്ചു കൊടുത്തിട്ടു. മുൻപൊരിക്കൽ ജാലകത്തിലൂടെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴായിരുന്നു. മുറി ക്ലീൻ ചെയ്യട്ടെ സാർ? അപ്പോഴാണ് പുറകിൽ നിന്ന് കാർത്തുവിൻ്റെ ശബ്ദം കേട്ടത്. ആയിക്കോളൂ. വടിവൊത്ത ശരീരവും ആരെയും ആകർഷിക്കുന്ന നോട്ടവും കാതു കുളിർപ്പിക്കുന്ന ശാരീരവും. ആരും ഒന്നും നോക്കിപ്പോവും. അവൾ ജോലി കഴിഞ്ഞു പോയെങ്കിലും എൻ്റെ ചിന്ത അവളെപ്പറ്റി തന്നെയായിരുന്നു. വീണ്ടും വന്നപ്പോൾ ഞാൻ അവളുടെ പേര് ചോദിച്ചു. വീട് ചോദിച്ചപ്പോൾ അവൾ ആ ജനാല തുറന്ന് താഴേക്ക് വിരൽ ചൂണ്ടി. താഴെ ലോഡ്ജിൻ്റെ ഗേറ്റിനും അപ്പുറം നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീട്. ഇടയ്ക്കിടെ ജനാലയിലൂടെ ഞാൻ ആ വീട്ടിലേക്ക് നോക്കും. മുറ്റത്തും ഇറയത്തുമായി ഓടിക്കളിക്കുന്ന നല്ല ഓമനത്തുമുള്ള ഒരു കുട്ടി. പിറ്റേന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവളെ കണ്ടു. അവൾക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. പിന്നെ ആ മോൾ എനിക്കായി കാത്തു. ഞാനവളെ കളിപ്പിച്ചു, മിഠായി വാങ്ങിക്കൊടുത്തു. ഇടയ്ക്കിടെ ആ വീട്ടിൽ നിന്നും കാർത്തുവിൻ്റെയും കുഞ്ഞിൻ്റെയും കരച്ചിലും ആരുടെയോ ആക്രോശങ്ങളും ഒക്കെ കേൾക്കാം. പിന്നീട് അവരെ ഇരുവരെയും കണ്ടില്ല. അന്വേഷിക്കാൻ സമയം കിട്ടിയതുമില്ല. അമ്മയ്ക്ക് അസുഖം കൂടിയതുകൊണ്ട് ലീവെടുത്ത് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. മരിക്കാറായ അമ്മയുടെ ആഗ്രഹപ്രകാരം മാമൻ്റെ മകളെ വിവാഹം ചെയ്യേണ്ടിയും വന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഗീതയെയും ഒപ്പം കൂട്ടി. അമ്മയുടെ മരണശേഷം അവളെ വീട്ടിൽ തനിച്ചാക്കി പോരാനൊക്കില്ലല്ലോ. മുറിയിലെത്തിയതും ജാലകം തുറന്ന് പുറത്തേക്ക് ദൃഷ്ടി പായിച്ചു. കുഞ്ഞുലക്ഷ്മിയെ കാണാൻ എന്തോ വല്ലാതെ മനസ്സ് തുടിച്ചു. അന്ന് റൂം ക്ലീൻ ചെയ്യാൻ വന്നത് അല്പം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ആഹാ, സാറ് വന്നോ? പാവം പിടിച്ച ആ പെണ്ണിൻ്റെ ജീവിതം തൊലച്ചിട്ട് മൂട്ടിലെ പൊടിയും തട്ടി പോയേക്കണം. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് അന്തം വിട്ട ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് വെച്ച് അവക്കടെ കെട്ടിയോൻ എന്നും വഴക്കായിരുന്നു സാറേ. ഒടുക്ക അവൻ അങ്ങ് ഇട്ടേച്ച് പോയി. അവരെന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇതെല്ലാം കേട്ട് ബാത്റൂമിലിരുന്ന ഗീത പുറത്തേക്ക് വരുമ്പോൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ഇവർ പറയുന്നതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. അന്ന് തുടങ്ങി കണ്ടകശനി. അബദ്ധധാരണകളുടെ ലോകത്ത് ജീവിതം ഒരു ചോദ്യചിഹ്നമായി. താലോലിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാത്തത് ആ കുട്ടിയുടെ ശാപമാണെന്ന് അവൾ ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു വേള കുഞ്ഞുലക്ഷ്മി തൻ്റെ മകളാണെന്ന് പോലും. അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം തൻ്റെ മകളും മനസ്സും ആഗ്രഹിച്ചിട്ടുണ്ട്. കൺമുന്നിൽ തെളിയുന്നത് നിറയെ
മണികളുള്ള വെള്ളിക്കൊലുസിട്ട കുഞ്ഞു പാദങ്ങൾ, മിഠായിക്ക് വേണ്ടി ഓടി വന്ന് ഇറുകെ പുണരുന്ന ആ കൈകളിലെ കുഞ്ഞു വളക്കിലുക്കം, മുൻനിരയിലെ അടർന്നുപോയ പല്ലുകൾ പൊത്തിപ്പിടിച്ചുള്ള കള്ളച്ചിരി. ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നയാൾ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ആ വീട് അവിടെ തന്നെയുണ്ട്. കുഞ്ഞുലക്ഷ്മിയെ കാണാൻ ഗേറ്റ് കടന്ന ആ വീടിൻ്റെ മുന്നിലെത്തിയതും അകത്തു നിന്നും ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കേട്ടു. ഒറ്റയ്ക്കും ഇരട്ടയ്ക്കും ആളുകൾ വന്നും പോയി ഇരിക്കുന്നുണ്ട്. ഉമ്മറത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന കാർത്തുവിൻ്റെ ചേതനയേറ്റ ശരീരം. അതിന് മേലേക്ക് വീണ് കരയുന്ന ലക്ഷ്മിയെ ആരൊക്കെയോ ചേർന്ന് അടർത്തി മാറ്റുന്നു. പാവം, അതിന് ഇനി ആരുണ്ട്? അച്ഛനെന്ന് പറയും ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. എന്തൊക്കെയോ പിറുപിറുക്കുന്നു ആരൊക്കെയോ. നെഞ്ചു പിടഞ്ഞു. ഹൃദയത്തിൽ കഠാര കുത്തിയിറക്കുന്ന വേദന. അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ കൈകൾ തരിച്ചു. നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ഒതുക്കുകല്ലുകൾ കയറുമ്പോൾ അവൾ വീഴാതിരിക്കാൻ അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. തട്ടി വീഴാതിരിക്കാൻ പാവാട ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കാലിലെ പാദസ്വരം വ്യക്തമായി കണ്ടു. അതിൻ്റെ കിലുക്കം ചെവിയിൽ മുഴങ്ങിക്കേട്ടു. വാതിൽക്കൽ തന്നെ ഗീത നിൽക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ കലിപ്പിലാണ്. അല്പം ഭയത്തോടെ ലക്ഷ്മി അയാളെ നോക്കി. സാർ. സാറല്ല, അച്ഛൻ. ചെറുചിരിയോടെ അയാൾ തിരുത്തി. ഇതാ നിനക്കൊരു മകൾ. നീ അവളെ സ്വന്തം മകളായേ കാണാവൂ. ഒന്നും പറയാതെ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ഗീതയുടെ മുഖത്ത് ഒരു ചെറുചിരി മിന്നിമറയുന്നതും അവൾ കണ്ടു. അറിയാതെയെങ്കിലും വന്നുപോയ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി അത് മാറി. ഒരുപക്ഷെ ഗീതയും മനസ്സിലാക്കിയിട്ടുണ്ടാകും തന്നിലെ നിഷ്കളങ്കത.